നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസമാണിന്ന്. കോവിഡ് പ്രതിദിന കണക്കുകൾ കൈവിട്ടു പോകുന്നു. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തി. 26,995 പേർക്ക് രോഗം. 24 മണിക്കൂറിനിടെ 1,37,177 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ റെക്കോർഡ് പ്രതിദിന കണക്ക് 2,776 പേർക്ക് രോഗം. 378 പേർക്ക് രോഗമുക്തി. 2,675 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം. ആകെ മരണസംഖ്യ 642. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾക്ക് നിരോധനം. താനാളൂരിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്ത് ഭരണസമിതി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി മംഗലം പഞ്ചായത്തിൽ മതസംഘടനാ പ്രതിനിധികളുടെ യോഗം ചേർന്നു. കഞ്ഞിപ്പുര സുബീറ ഫർഹത്ത് വധം. സുബീറ ഉപയോഗിച്ചിരുന്ന ഹാൻഡ് ബാഗ് പ്രദേശത്തു നിന്നും കണ്ടെടുത്തു. പ്രതി ഉപേക്ഷിച്ച വസ്ത്രങ്ങളും കണ്ടെത്തി. സുബീറയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. 2ാം ദിവസവും പ്രതിയുമായി തെളിവെടുപ്പ്. വേനൽ മഴയിൽ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് തിരുവനങ്ങാടി നഗരസഭ. കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങൾ നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. നഗരസഭാ ഉപാധ്യക്ഷയുടെ നേതൃത്വത്തിലാണ് സംഘം സന്ദർശിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്ക് അനിയന്ത്രിതമായി വർദ്ധിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കണക്കാണ് ഇന്നത്തേത്. 26,995 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 1,37,177 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.97% കുതിച്ചുയർന്നു. 6,370 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസമാണിന്ന്. 1,37,177 പേരെ ടെസ്റ്റ് ചെയ്തതിൽ 26,995 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 28ആണ്. 1,56,226 പേരാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. ഓരോ ദിവസവും രോഗബാധിതരുടെ എണ്ണം വലിയ തോതിലാണ് വർദ്ധിക്കുന്നത്. എറണാകുളം ജില്ലയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാവുകയാണ്. കോഴിക്കോടും സ്ഥിതിഗതികൾ സങ്കീർണമാകുന്നു. എറണാകുളം 4,396, കോഴിക്കോട് 3,372, തൃശൂർ 2,781, മലപ്പുറം 2,776, കോട്ടയം 2,485, തിരുവനന്തപുരം 2,283, കണ്ണൂർ 1,747, പാലക്കാട് 1,518, പത്തനംതിട്ട 1,246, ആലപ്പുഴ 1,157, കൊല്ലം 988, ഇടുക്കി 931, കാസർഗോഡ് 701, വയനാട് 614 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. 2ാം ഘട്ട കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബുധനാഴ്ച 1,40,671 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതുൾപ്പെടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,35,177 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.97% എന്ന റെക്കോർഡ് നിരക്കിലാണ്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 28 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 5,028 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 275 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 69 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6,370 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 1,56,226 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 11,60,472 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 3,55,209 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് പുതിയ 13 ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപപ്പെട്ടു. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിലാകെ 520 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിൽ കൈവിട്ട കോവിഡ് പ്രതിദിന കണക്കുകളാണ്. 2,776 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 2,675 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. രോഗമുക്തരുടെ എണ്ണത്തിൽ നേരിയ വർധനവ്. 378 പേർ രോഗമുക്തരായി. 4 മരണം കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 642 ആയി.
സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. 2776 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 378 പേർക്ക് രോഗമുക്തിയുണ്ടായി. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 2675 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 60 പേർക്ക് ഉറവിടമറിയാതെ രോഗബാധയുണ്ടായി. ഏപ്രിൽ 20-നാണ് ഇതിനു മുൻപ് ജില്ലയിൽ ഏറ്റവും ഉയർന്ന കണക്ക് രേഖപ്പെടുത്തിയത്. 1945 ആയിരുന്നു അന്ന്. 3000-നടുത്തേക്ക് രോഗികൾ വർദ്ധിക്കാൻ വെറും ഒരു ദിവസത്തെ ഇടവേള മാത്രമാണ് എടുത്തതെന്നത് രോഗവ്യാപനത്തിന്റെ വേഗതയിലേക്കാണ് സൂചനകൾ നൽകുന്നത്. ജില്ലയിലെ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ വ്യാപിച്ച് ശക്തമായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തിവരുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ 60 പേർക്ക് ഉറവിടമറിയാതെയാണ് രോഗബാധ. വൈറസ് ബാധിതരിൽ 6 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരും 35 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുമാണ്. ഇതുവരെയായി 642 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ മരണപ്പെട്ടത്. അതേസമയം 378 പേർ കൂടി രോഗമുക്തരായതോടെ ആകെ 1,26,195 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ജില്ലയിൽ നിലവിൽ 30,484 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 15,221 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 425 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 210 പേരും 165 പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും കഴിയുന്നു. ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുകയാണ്. കോവിഡ് വ്യാപനം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള മുഴുവൻ വിനോദ കേന്ദ്രങ്ങളിലുമാണ് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ്-19 സമൂഹ വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള മുഴുവൻ വിനോദ കേന്ദ്രങ്ങളിലുമാണ് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ജില്ലയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ആഢ്യൻപാറ, കുറ്റിപ്പുറം നിളയോരം പാർക്ക്, പടിഞ്ഞാറക്കര ബീച്ച്, പൊന്നാനി BM കായൽ, മലപ്പുറം ശാന്തിതീരം പുഴയോര പാർക്ക്, മഞ്ചേരി ചെരണി പാർക്ക്, വണ്ടൂർ വാണിയമ്പലം, കരുവാരകുണ്ട് ചെറുമ്പ് ഇക്കോ വില്ലേജ്, മലപ്പുറം കോട്ടക്കുന്ന് പാർക്ക്, താനൂർ ഒട്ടുംപുറം ബീച്ച്, വണ്ടൂർ ടൗൺ സ്ക്വയർ, കരുവാരകുണ്ട് കേരളാംകുണ്ട് വെള്ളച്ചാട്ടം, കുറ്റിപ്പുറം മിനി പമ്പ, പൊന്നാനി ചമരോട്ടം സ്നേഹപാത എന്നീ വിനോദ കേന്ദ്രങ്ങളിലാണ് സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയത്. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾക്ക് നിരോധനം. ജില്ലയിലെ RT ഓഫീസ്, സബ് RT ഓഫീസുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ, ഫിറ്റ്നസ് രജിസ്ട്രേഷൻ പുതുക്കൽ തുടങ്ങിയ വാഹന പരിശോധനകൾ 2021 ഏപ്രിൽ 21 മുതൽ 2 ആഴ്ചത്തേക്കാണ് നിർത്തിവച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള സേവനങ്ങൾക്ക് ഭാഗിക നിരോധനം ഏർപ്പെടുത്തിയതായി മലപ്പുറം RTO OK ജോഷി അറിയിച്ചു. ജില്ലയിലെ RT ഓഫീസ്, സബ് RT ഓഫീസുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ, ഫിറ്റ്നസ് രജിസ്ട്രേഷൻ പുതുക്കൽ തുടങ്ങിയ വാഹന പരിശോധനകളും 2021 ഏപ്രിൽ 21 മുതൽ 2 ആഴ്ചത്തേക്കാണ് നിർത്തിവച്ചിരിക്കുന്നത്. സാമൂഹ്യ അകലവും ആരോഗ്യ ജാഗ്രതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. നിരോധനമുള്ള 2 ആഴ്ചത്തേക്ക് മുൻകൂട്ടി ഓൺലൈൻ വഴി സ്ലോട്ട് ബുക്ക് ചെയ്തവർക്ക് പിന്നീട് അവസരം നൽകും. ഓൺലൈൻ സേവനങ്ങൾ മാത്രമേ ഈ കാലയളവിൽ അനുവദിക്കൂവെന്നും മലപ്പുറം RTO പറഞ്ഞു. ഓൺലൈൻ മുഖേന സമർപ്പിക്കുന്ന അപേക്ഷകളുടെ പകർപ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകൾക്ക് പുറത്തുള്ള പെട്ടികളിൽ നിക്ഷേപിക്കാം. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണം. സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധന കാലയളവിൽ ഫോൺ വഴിയുള്ള അന്വേഷണങ്ങൾക്ക് ഓഫീസുകളിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ RT ഓഫീസിൽ നേരത്തെ നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ നേരിട്ടുള്ള കൗണ്ടർ സേവനങ്ങളും അന്വേഷണങ്ങളും 14 ദിവസങ്ങളിലേക്ക് നിർത്തിവച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0483-273-4924 നമ്പറിൽ വിളിക്കേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483-273-4924. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. താനാളൂരിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. 2 ദിവസത്തിനകം വാർഡ് തല സമിതികൾ ചേരും. കോവിഡ് മാനദണ്ഡം പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് അധ്യക്ഷത വഹിച്ചു. രോഗബാധിതരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. 2 ദിവസത്തിനകം വാർഡ് തല സമിതികൾ ചേരും. കോവിഡ് മാനദണ്ഡം പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പരിശോധന നടത്തും. കോവിഡ് വളണ്ടിയർമാർക്ക് 23-ന് 3 മേഖലകളിലായി പരിശീലനം നൽകും. വ്യാപാര സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവ കർശനമായി പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇവയിലെ ജോലിക്കാർ RT-PCR ടെസ്റ്റ് വഴി കോവിഡ് നെഗറ്റീവാണെന്ന് തെളിയിക്കണം. വിവാഹങ്ങളും മറ്റു ചടങ്ങുകളും ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും. വാക്സിൻ, ടെസ്റ്റ് കിറ്റുകൾ എന്നിവയുടെ ലഭ്യതയ്ക്കനുസരിച്ച് മെഗാ ക്യാമ്പുകൾ നടത്താനും ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P സതീശൻ, KV സിനി, അമീറ കുനിയിൽ, സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് ബാൽ, സെക്ടർ മജിസ്ട്രേറ്റുമാർ, പോലീസ് അധികാരികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പിന്നെ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് നമ്മുടെ CFLT AC ആയിട്ട് നമ്മളിപ്പോൾ ദേവദാർ എടുത്തിട്ടുണ്ടെങ്കിൽ
ഉടനെ തന്നെ നമ്മൾ ആളുകളെ വിടുന്ന രീതിയല്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ആളുകളെ കയറ്റാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ എല്ലാവരും സെൻട്രലൈസ് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ CFLTC എന്തിനാണെന്ന് വെച്ചാൽ വീട്ടിൽ സൗകര്യം ഇല്ലാത്തവർക്കും പ്രശ്നം കുറച്ച് ഡോക്ടറുടെ കെയർ ആവശ്യമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലാണ് CFLTCയിലേക്ക് പറഞ്ഞയക്കുക. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് നമ്മൾ മെമ്പർമാരാകുമ്പോൾ വിചാരിക്കും അവിടെ സൗകര്യം ഇല്ലാണ്ട് പറഞ്ഞയക്കാമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും എന്താണ്, വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ മാത്രമേ നമ്മൾ അവിടേക്ക് വിടേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആ കാര്യം നമ്മൾ ജനങ്ങളെടുത്ത് പറയുമ്പോൾ നമുക്ക് ദേവദാറുണ്ട് എന്ന് ആദ്യം തന്നെ നമ്മൾ പറയരുത്. കാരണം അവർ വിചാരിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് സംവിധാനം തരുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ വീട്ടിൽ പറ്റുന്നില്ല, വീട്ടിലവരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ മാത്രമാണ് അവിടേക്ക് മാറ്റുന്നത്, CFLTCയിലേക്ക് മാറ്റുന്നത്. ബാക്കിയുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ അസിംറ്റമാറ്റിക് ആയിട്ടുള്ള രോഗികൾക്കൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ എന്ന് വെച്ചാൽ ഇയാളെ ഐസൊലേറ്റ് ചെയ്യുക, ആളുകളായിട്ട് കോൺടാക്ട് ചെയ്യാത്ത രീതിയിലാക്കുക, വീട്ടിൽ പ്രൈമറി കോൺടാക്ട് ഉണ്ടെങ്കിൽ അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കി. 11 കേന്ദ്രങ്ങളാണ് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളാക്കി ഉയർത്തി കലക്ടർ ഉത്തരവിറക്കിയത്. രോഗികൾക്ക് ചികിത്സ പൂർണ്ണമായും ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ അതിവ്യാപനത്തിൽ ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കുന്നത്. 11 ചികിത്സാ കേന്ദ്രങ്ങൾ കോവിഡ് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രങ്ങളാക്കി ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ഉത്തരവിറക്കി. രോഗികളുടെ ചികിത്സ പൂർണ്ണമായും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ എവറസ്റ്റ് ഹോസ്റ്റലിൽ 250 കിടക്കകളോടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും 100 കിടക്കകളോടെ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും ഒരുക്കും. തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല. നിലമ്പൂർ IGMRൽ 200 കിടക്കകളുമായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും 100 കിടക്കകളുമായി സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും ഒരുക്കും. നിലമ്പൂർ നഗരസഭയ്ക്കാണ് കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല നൽകുന്നത്. കാളികാവ് അൽസഫയിൽ 125 കിടക്കകളുമായി സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററാണ് ഒരുക്കുന്നത്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിനായിരിക്കും നടത്തിപ്പ് ചുമതല. കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ 250 കിടക്കകളുമായി സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരുക്കും. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല നൽകും. കീഴാറ്റൂർ അൽഷിഫ ഫാർമസി ഹോസ്റ്റലിൽ 300 കിടക്കകളുമായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരുക്കും. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിനാണ് നടത്തിപ്പ് ചുമതല. കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ 400 കിടക്കകളുമായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും 100 കിടക്കകളുമായി സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും ഒരുക്കും. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിനായിരിക്കും നടത്തിപ്പ് ചുമതല. പൊന്നാനി MES കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ 50 കിടക്കകളുമായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരുക്കും. പൊന്നാനി നഗരസഭയ്ക്കാണ് കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 250 കിടക്കകളുമായി CFLTCയും പുതിയ കെട്ടിടത്തിൽ 89 കിടക്കകളുമായി CSLTCയും ഒരുക്കും. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനായിരിക്കും കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ 50 കിടക്കകളുമായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരുക്കും. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല നൽകും. പൊന്നാനി സർക്കാർ മാതൃശിശു ആശുപത്രിയിൽ കോവിഡുമായി ബന്ധപ്പെട്ട അമ്മമാരുടെയും കുട്ടികളുടെയും ചികിത്സയ്ക്കുള്ള പ്രത്യേക സൗകര്യം ഒരുക്കും. സർക്കാർ, പ്രൈവറ്റ് എംപാനൽഡ് ആശുപത്രികളിലും ഇതിനനുബന്ധമായി ചികിത്സാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബെഡുകളുടെ നില 163-ൽ നിന്ന് 300-ആയും തിരൂർ ജില്ലാ ആശുപത്രിയിൽ 28-ൽ നിന്ന് 55-ആയും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബെഡുകളുടെ എണ്ണം 50-ൽ നിന്ന് 100-ആയും ഉയർത്തണമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇതിനനുസൃതമായി ജീവനക്കാരെ നിയമിക്കാനും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. കോവിഡ് സൂപ്പർ സ്പ്രെഡ് മംഗലത്ത് അതീവ ജാഗ്രത. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ കൈകഴുകൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. കോവിഡ് പോസിറ്റിവിറ്റി 30% മേൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് മംഗലം പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഏപ്രിൽ 30 വരെ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വാർഡുകളിൽ ലഘുലേഖ വിതരണവും പൊതുയിടങ്ങളിൽ കൈകഴുകൽ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു തുടങ്ങി. വാർഡ് 19-ൽ കൂട്ടായി, പാരീസ്, കോതപറമ്പ്, വള്ളിക്കുളം, റഹ്മത്ത് എന്നിവിടങ്ങളിൽ വാർഡ് മെമ്പർ സൈനുൽ ആബിദിന്റെ നേതൃത്വത്തിൽ കൈകഴുകൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. മറ്റു വാർഡുകളിലും കൈകഴുകൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മതസംഘടനകളുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി മംഗലം പഞ്ചായത്തിൽപ്പെട്ട 19-ാം വാർഡിൽ കൂട്ടായി, പാരീസിലും കോതപറമ്പിലെ SKSS പ്രവർത്തകരുടെ സഹകരണത്തോടു കൂടിയും നമ്മൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൈകൾ കഴുകുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്ന് രാവിലെ ആണ് ഇപ്പോൾ ഈ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. 1-2 ഭാഗത്തും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. വാർഡിൻ്റെ വടക്കേ അറ്റം റഹ്മത്ത് പള്ളി പരിസരത്തും തെക്കേ അറ്റം പുതിയ പള്ളിക്കുളം പരിസരത്തും നമ്മൾ ഇതുപോലുള്ള കൈകൾ കഴുകുവാനും ജനങ്ങൾക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാവാനുമുള്ള എല്ലാവിധ സൗകര്യവും നമ്മൾ പെടുത്തുന്നുണ്ട്. എല്ലാവിധ ജനങ്ങളും എല്ലാവിധ ജാഗ്രതയോടുകൂടി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാരുമായി സഹകരിച്ച് എല്ലാവരും സാനിറ്റൈസും മാസ്കൊക്കെ ഉപയോഗിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിൽ കൂട്ടം ചേർന്ന് നിൽക്കാനോ 4 കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ മാസം അവസാനം വരെയാണ് പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇന്നലെ വണ്ടി കെട്ടി അനൗൺസ് ചെയ്തിരുന്നു.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായി മംഗലം പഞ്ചായത്തിൽ മതസംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ചേർന്നു. പഞ്ചായത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മംഗലം പഞ്ചായത്തിൽ മതസംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേർന്നത്. മതസംഘടനാ പ്രതിനിധികൾക്ക് പുറമെ റാപ്പിഡ് റെസ്പോൺസ് ടീം, സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 30% കൂടുതലായതിനാൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു. 134 പോസിറ്റീവ് കേസുകളിൽ മംഗലം വാർഡ് 6 മാത്രം 24 കോവിഡ് ബാധിതരുണ്ട്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കർശന നടപടികൾ എടുത്തു വരുന്നതായി പ്രസിഡന്റ് CP കുഞ്ഞുട്ടി പറഞ്ഞു. കൂടുതൽ തീവ്ര വ്യാപന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരാധനാലയങ്ങളുടെ നേതൃത്വം നൽകുന്ന ബന്ധപ്പെട്ട ആളുകളുമായി പഞ്ചായത്തിലേക്ക് ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള കൃത്യത വരുത്തുവാൻ തീരുമാനിച്ചു. മറ്റൊന്ന്, മുൻ വളണ്ടിയേഴ്സിനെ RRT വളണ്ടിയേഴ്സിനെ ഉൾപ്പെടുത്തി അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്ത് സജീവമാക്കാൻ തീരുമാനിച്ചു. മറ്റൊന്ന്, കവലകളിലും മറ്റും സ്പോർട്സ് രംഗത്ത് ഫുട്ബോൾ കളികളും മറ്റും നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പോയി അവരെ കൃത്യമായും ബോധവൽക്കരണം നടത്തുവാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് താമസ സൗകര്യത്തിന് വേണ്ടി, അടിയന്തര താമസ സൗകര്യത്തിന് വേണ്ടി മൗലാന കോളേജ് അതിൻ്റെ മാനേജർമാർ അനുവദിച്ചു തന്നിട്ടുണ്ട് ചേന്നരയിൽ. അവരോട് ഈ അവസരത്തിൽ കൃതജ്ഞതയും നന്ദിയും അറിയിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഫണ്ട് അടുത്ത ദിവസം ഓർഡർ വരും എന്നാണ് തീരുമാനം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിലും കൂടി, അതില്ലെങ്കിലും പഞ്ചായത്ത് തലത്തിൽ അത് ക്രോഡീകരിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സൗകര്യങ്ങളും കാര്യങ്ങളും ഒരുക്കുവാൻ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് വാക്സിൻ വിതരണത്തിൽ രോഗപ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്ന പരാതി ശക്തം. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പോലും മെഡിക്കൽ കോളേജിൽ നടപ്പാക്കുന്നില്ലെന്നാണ് പരാതി. കോവിഡിനെ പ്രതിരോധിക്കാൻ വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് തന്നെ നിർദ്ദേശിക്കുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കാഴ്ചയാണിത്. ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് കോവിഡ് വാക്സിൻ വിതരണം നടക്കുന്നതെന്നാണ് പ്രധാന ആക്ഷേപം. വാക്സിൻ എടുക്കാനായി എത്തിയവരെ നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥരും ചുമതലയിൽ നിന്നും വിട്ടുനിന്നതോടെ ആശുപത്രിയിൽ വിവിധ ചികിത്സയ്ക്കെത്തിയവർ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. കോവിഡ് വാക്സിൻ വിതരണ കേന്ദ്രമാണെന്ന് വിചാരിച്ചിട്ട് വന്നത്. പക്ഷേ ഈ ആരോഗ്യ ആസ്പത്രിയിൽ തന്നെ കോവിഡാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇത് ഇന്ന് രാവിലെ വളരെ നല്ല നിലയിൽ ഒരു വരിയായിട്ട് എല്ലാ 2 വിഭാഗം ആളുകളും രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോയിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ജീവനക്കാർ വന്നിട്ട് 2 വരിയാക്കി, പിന്നീട് 2 ഒന്നാക്കി, ഇങ്ങനെ ആളുകൾ കുത്തിത്തിരക്കി രജിസ്റ്റർ ചെയ്തൊരു കാഴ്ചയാണ് ഇവിടെ. യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് ഈ മെഡിക്കൽ കോളേജിൽ ഈ കോവിഡ് വാക്സിൻ എന്ന് പറഞ്ഞാണ് വിതരണം ചെയ്യുന്നത്. ഇതിനൊരു ഒരു പരിഹാരം വേണ്ടതുണ്ട്. കോവിഡ് വാക്സിൻ കുത്തിവയ്പ് എടുക്കാനായി വന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. തിരിച്ചറിയൽ കാർഡ് നൽകി പേര് രജിസ്റ്റർ ചെയ്യുന്നിടത്തും വാക്സിൻ എടുക്കുന്നിടത്തുമാണ് തിരക്ക് കൂടിയത്. എന്നാൽ കോവിഡ് വാക്സിൻ എടുക്കാൻ നിയന്ത്രണങ്ങൾ പാലിച്ചു 2 വരിയായി നിന്നവരെ ആശുപത്രി ജീവനക്കാർ ഇടപെട്ട് 1 വരിയിൽ നിർത്തുകയും പിന്നീട് 2 വരിയാക്കി തന്നെ നിർത്തുകയും ചെയ്തെന്നാണ് തർക്കത്തിനു കാരണമായതെന്ന് കുത്തിവയ്പ്പിനെത്തിയവർ പറഞ്ഞു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സുബീറ ഫർഹത്ത് വധക്കേസിൽ സുബീറയുടെ ഹാൻഡ് ബാഗ്, പ്രതി ഉപേക്ഷിച്ച വസ്ത്രം എന്നിവ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയതിന് തൊട്ടടുത്ത പ്രദേശത്തു നിന്നാണ് ഇവ കണ്ടെത്തിയത്. സുബീറയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. 2ാം ദിവസവും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വരും ദിവസങ്ങളിലും തെളിവെടുപ്പ് തുടരും. മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തു നിന്നും 300 മീറ്റർ മാറിയാണ് പെൺകുട്ടിയുടെ ഹാൻഡ് ബാഗ് കണ്ടെടുത്തത്. മണ്ണിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ബാഗ്. സുബീറയുടെ മൊബൈൽ ഫോൺ സമീപത്തെ കുഴൽക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. 500 അടി താഴ്ചയിലുള്ള കുഴൽക്കിണറിൽ മൊബൈൽ ഇട്ടതിനു ശേഷം കല്ലുകൾ കൂടിയിട്ടതിനാൽ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനുള്ള ശ്രമം പോലീസ് തുടരും. കൃത്യം നടത്തിയതിനു ശേഷം പ്രതി ഉപേക്ഷിച്ച വസ്ത്രവും വീടിനു പരിസരത്ത് നിന്നും കണ്ടെടുത്തു. കേസിലെ നിർണായക തെളിവായ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ വരും ദിവസങ്ങളിൽ കണ്ടെടുക്കും. മൃതദേഹം കുഴിച്ചിടാൻ ഉപയോഗിച്ച മൺവെട്ടിയും കണ്ടെടുക്കാനുണ്ട്. കോടതിയിൽ ഹാജരാക്കിയതിന് തൊട്ടുപിറകെ തന്നെ നമ്മൾ ഇവനെ ഒരു 3 ദിവസത്തേക്ക് കസ്റ്റഡി നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചു. അതിന് ഇന്ന് രാവിലെ ഇത് പ്രതിയെയും കൊണ്ട് നമ്മൾ തെളിവെടുപ്പിന് വന്നതാണ് ഇവിടെ. അപ്പോൾ തെളിവെടുപ്പിന് വന്നതിൻ്റെ പ്രധാന കാര്യം ഈ പെൺകുട്ടിയെ
പെൺകുട്ടി ഈ സംഭവ സമയത്ത് പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഷോൾഡർ ബാഗ് അത് ഇവൻ തൊട്ടടുത്ത ഒരു പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ കുഴിച്ചു മൂടിയതായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ കൊണ്ടുവന്ന് ഈ ബാഗ് കണ്ടെത്തി അത് അതിൻ്റെ നടപടി പ്രകാരം സീസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ മൊബൈൽ പെൺകുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ തൊട്ടടുത്ത ഈ കുഴിച്ചു മൂടപ്പെട്ട സ്ഥലത്ത് നിന്നും ഒരു 200 മീറ്റർ അകലെയുള്ള ഒരു കുഴൽ കിണറിൽ ഇട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുഴൽ കിണറിൽ പരിശോധിച്ചപ്പോൾ അത് കൂടാതെ അവൻ ആ സമയത്ത് കുറ്റസമ്മതം വഴി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ അതിൻ്റെ പിറകെ തന്നെ വലിയ കല്ലുകൾ ഇട്ട് ഇത് കണ്ടെത്തിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇവൻ കല്ലുകളും അതിൻ്റെ പുറകെ ഇട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടുത്തെ എക്സ്പേർട്ടുകളായ ഈ കുഴൽക്കിണറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുടെ അടുത്തൊക്കെ ചോദിച്ച് വന്ന് നമ്മൾ പരിശോധിച്ചതിൽ ഏകദേശം 500 മീറ്റർ താഴ്ചയുള്ള കുഴൽക്കിണറാണെങ്കിലും ഒരു 30 മീറ്റർ താഴോട്ട് പോയപ്പോൾ തന്നെ അവിടെ കല്ലിൽ തട്ടി അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമുണ്ട്. പറയാം മറ്റൊരു കാര്യം, അവൻ ഈ സംഭവ സമയത്ത് ഇവൻ പ്രതി ധരിച്ചിരുന്ന ഷർട്ടും മുണ്ടും ടീഷർട്ടും ലുങ്കി മുണ്ടും ഇവൻ തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ട് ഇവൻ നായ വരുമൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇത് എന്തായാലും അന്വേഷണത്തിൽ അതിൻ്റെ പോലീസിൻ്റെ അന്വേഷണമൊക്കെ നടക്കും. അപ്പോൾ നായ വരുമ്പോൾ ഇവൻ്റെ വീട്ടിൽ നിന്നും എല്ലാം കണ്ടെത്തിയാൽ ഇവനത് പണിയാവുമോ എന്ന് ഓർത്ത് ഭയന്ന് ഇവൻ തൊട്ടടുത്ത പറമ്പിലിട്ട് കളഞ്ഞിരുന്നു. 3 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയുമായി പരമാവധി വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് പോലീസ് നീക്കം. ഇന്നലെയാണ് സുബിറയുടെ മൃതദേഹം ചോറ്റൂരിലെ ചെങ്കൽ ക്വാറിക്കു സമീപത്തെ തെങ്ങിൻതോപ്പിൽ നിന്നു കണ്ടെത്തിയത്. അയൽവാസിയായ അൻവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സ്വർണം കൈക്കലാക്കുന്നതിന് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി നൽകിയ മൊഴി. ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ എതിരെ എത്തിയ അൻവർ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് പോലീസിനോട് വെളിപ്പെടുത്തി. ഇക്കഴിഞ്ഞ മാർച്ച് 10-നാണ് ചോറ്റൂർ കിഴക്കേപ്പറമ്പാട്ട് കബീറിന്റെ മകൾ സുബിറയെ കാണാതായത്. 40 ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സുബിറയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭൂമിക്കൊരു ദിനം. ലോക ഭൗമദിനത്തിൽ കേരള ജൈവ കർഷക സമിതി തിരുമുനിസിപ്പൽ കമ്മിറ്റി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തിരുമുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ ഓൺലൈൻ വഴി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂമിക്കൊരു ദിനം ലോക ഭൗമദിനത്തിൽ കേരള ജൈവ കർഷക സമിതി തിരുമുനിസിപ്പൽ കമ്മിറ്റി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തിരുമുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ ഓൺലൈൻ വഴി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഏപ്രിൽ 22 വേൾഡ് എർത്ത് ഡേ. നമ്മുടെ തിരൂർ നഗരസഭയിലെ ജൈവ കർഷക സംഘം വേൾഡ് എർത്ത് ഡേ വളരെ നല്ല രീതിയിൽ ആചരിക്കുന്നുണ്ട്. ലോകം കൊറോണ എന്ന മഹാമാരിയിൽ വിറയ്ക്കുകയാണെങ്കിലും നമ്മുടെ നാട്ടിൽ മനുഷ്യർക്കെന്ന പോലെ ജീവജാലങ്ങൾക്കും വാസം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ജൈവ കർഷക സംഘം എല്ലാ വീടുകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും മറ്റും വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് ഈ ദിനം വളരെ നല്ല രീതിയിൽ ആചരിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ വാർഡുകളിലെയും എല്ലാ ആളുകളും ഒരു വൃക്ഷത്തൈയെങ്കിലും വെച്ച് ഈ ദിനത്തെ നല്ല രീതിയിൽ ആചരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുക, കാലാവസ്ഥാ വ്യതിയാനം പിടിച്ചു നിർത്തുക എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. മുനിസിപ്പൽ പരിധിയിലെ എല്ലാ ജൈവ കർഷക കുടുംബങ്ങളും വൃക്ഷത്തൈകൾ നട്ടു. പ്രസിഡന്റ് അബ്ദുറസാഖ് ഹാജി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ PA രാധാകൃഷ്ണൻ, നെടുവഞ്ചേരി ഖദീജ നർഗീസ്, മണ്ടായപ്പുറത്ത് ജലീൽ, VP ഗോപാലൻ, ഉള്ളാട്ടിൽ രവീന്ദ്രൻ, ഖാലിദ് ചമ്ര എന്നിവർ സംസാരിച്ചു. കേരള ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലും എല്ലാ ജൈവ കർഷക കുടുംബങ്ങളിലും ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ടാണ് ഇത് ആചരിച്ചു വരുന്നത്. ഈ ലോകം എല്ലാ ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും ഉള്ളതാണ് എന്നതുകൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോക ഭൗമദിനം ആചരിക്കുന്നത്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, എല്ലാ ജീവികൾക്കും, എല്ലാവർക്കും. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഇത് എല്ലാ ജീവികൾക്കും വേണ്ടി ഉള്ളതാണ് ഭൂമി. മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത കൊണ്ട് മാത്രം എല്ലാം നശിപ്പിച്ച് ആഗോളതാപനം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പരിസ്ഥിതിയിലാണ് നമ്മളിത് ഇന്ന് ആചരിക്കേണ്ടത്. അതിൻ്റെ പ്രത്യേകതയും അതാണ്. പരീക്ഷാ കേന്ദ്രത്തിൽ എമർജൻസി റെസ്ക്യൂ ടീമിൻ്റെ പ്രവർത്തനം മാതൃകയായി. നിറമധുർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് കോവിഡ് പ്രോട്ടോകോൾ നിർദ്ദേശങ്ങളോടെ ERT അംഗങ്ങളെത്തിയത്. കോവിഡ് രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിലാണ് പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാൻ ERT അംഗങ്ങളെത്തിയത്.
പരീക്ഷാ ദിവസങ്ങളിൽ രാവിലെ എത്തുന്ന അംഗങ്ങൾ വിദ്യാർത്ഥികൾ കോവിഡ് മാനദണ്ഡം പാലിക്കുന്നത് ഉറപ്പുവരുത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. വിദ്യാർത്ഥികളുടെ ടെമ്പറേച്ചർ പരിശോധിച്ച ശേഷം സാനിറ്റൈസർ നൽകിയാണ് പരീക്ഷാളിലേക്ക് കടത്തിവിടുന്നത്. പരീക്ഷ അവസാനിച്ച് വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങിയ ശേഷമാണ് ERT അംഗങ്ങൾ മടങ്ങുന്നത്. തിരു മുനിസിപ്പൽ കൗൺസിലറും ERTയുടെ രക്ഷാധികാരിയുമായ KP ജഫ്സലിന്റെ നേതൃത്വത്തിൽ സജീഷ്, KP നൌഷാദ്, റനീസ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സ്കൂളിലെ പ്രധാനാധ്യാപകന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ERT അംഗങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. വേനൽ മഴയിൽ കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങളിൽ തിരുരങ്ങാടി നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു. നഗരസഭാ ഉപാധ്യക്ഷയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. വേനൽ മഴയിൽ കൃഷിനാശം സംഭവിച്ച വെഞ്ചാലി, കണ്ണാടിത്തടം, കോട്ടുവാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളാണ് തിരൂരങ്ങാടി നഗരസഭാ അധികൃതർ സന്ദർശിച്ചത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CP സുഹറാബി, സ്ഥിരം സമിതി അധ്യക്ഷരായ CP ഇസ്മായിൽ, ഇക്ബാൽ കല്ലുങ്ങൽ, M സുജിനി, വഹീദ ചെമ്പ, സെക്രട്ടറി സതീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രദേശങ്ങൾ സന്ദർശിച്ചത്. രാവിലെ കർഷകരുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ഭരണസമിതി അധികൃതരും കൃഷി ഓഫീസറും സംയുക്തമായ യോഗം ചേർന്ന ശേഷമാണ് പ്രദേശങ്ങൾ സന്ദർശിച്ചത്. കർഷകർക്കുണ്ടായ നാശനഷ്ടത്തിന് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു. വിള ഇൻഷുറൻസ് ലഭിക്കുന്നതിന് നഷ്ടം സംഭവിച്ച കർഷകരോട് കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാൻ കൃഷി ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വേനൽ മഴയിലുണ്ടായ കൃഷിനാശത്തിന്റെ കണക്ക് അടിയന്തരമായി തയ്യാറാക്കി റിപ്പോർട്ട് കളക്ടർക്കും മറ്റു ബന്ധപ്പെട്ടവർക്കും സമർപ്പിക്കും. കൊയ്യാൻ ബാക്കിയുള്ള ഭാഗത്തെ കൊയ്ത്തിനായി കിട്ടാവുന്ന അത്രയും ചെയിൻ വണ്ടി സംഘടിപ്പിക്കും. അവ ഉപയോഗിച്ച് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കൊയ്ത്ത് തീർക്കുന്നതിനുള്ള സഹായങ്ങൾ നൽകും. നഗരസഭയിൽ 600ഓളം ഹെക്ടറിലധികം നെൽകൃഷി വെള്ളം നിറഞ്ഞതിനാൽ കൊയ്യാനാകാതെ നിൽക്കുന്നുണ്ട്. 500 ടൺ കൊയ്തെടുത്ത നെല്ലും കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളത്തിനടിയിലായിരുന്നു. സന്ദർശന വേളയിൽ നഗരസഭാ കൗൺസിലർമാരായ ജാഫർ കുന്നത്തേരി, PK സൈദലവി, ഷമീർ വലിയാട്ട്, അരിമ്പ്ര മുഹമ്മദ് അലി, കർഷക പ്രതിനിധികളായ C അബൂബക്കർ ഹാജി, CT നാസർ, KP അൻവർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. അപകടം ക്ഷണിച്ചു വരുത്തി തിരുരങ്ങാടി ചെറുമുക്കിലെ ഓവുപാലം. ഓവുപാലത്തിന്റെ അടിഭാഗത്തെ കല്ലും കോൺക്രീറ്റും തകർന്ന ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയാണ്. എത്രയും വേഗം അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരൂരങ്ങാടി ചെറുമുക്ക് കാടാംകുന്ന് റോഡ്, ചെറുമുക്ക് തിരൂരങ്ങാടി റോഡിലെ പള്ളിക്കത്താഴം എന്നിവിടങ്ങളിലാണ് ഓവുപാലം തകർന്ന് അപകടം വിളിച്ചു വരുത്തുന്നത്. ഓവുപാലത്തിന്റെ അടിഭാഗത്തെ കല്ലുകളും കോൺക്രീറ്റും തകർന്ന് അപകടാവസ്ഥയിലായത് പള്ളിക്കത്താഴം ആമ്പൽപ്പാടത്തെ നെൽകർഷകരാണ് കണ്ടെത്തിയത്. ഓവുപാലത്തിന്റെ കല്ലുകളും കോൺക്രീറ്റും തകർന്നു കിടക്കുന്നതിനാൽ പാലത്തിന്റെ ഭാരം കുറയുകയും അപകടം സംഭവിക്കുകയും ചെയ്യുമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ഉയരം കുറവായതിനാൽ വർഷക്കാലത്ത് വെള്ളം കയറുന്നത് പതിവാണ്. അതിനാലാണ് ഓവുപാലത്തിന്റെ ബലം കുറയുന്നത്. പള്ളിക്കത്താഴത്ത് 5 ഓവുപാലമുണ്ട്. അതിൽ 2 എണ്ണത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കാടാംകുന്ന് റോഡിൽ 3 ഓവുപാലങ്ങളുള്ളതിൽ എല്ലാത്തിന്റെയും കോൺക്രീറ്റ് അടർന്നിട്ടുണ്ട്. തിരൂരിൽ നിന്നും തിരൂരങ്ങാടി വഴി ചെമ്മാട് ഭാഗത്തേക്ക് നിരവധി ബസ്സുകളും ടിപ്പർ ലോറി മുതലായ 100 കണക്കിന് വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ചെറുമുക്കിൽ നിന്ന് കാടാംകുന്ന് റോഡ് വഴി കൊടിഞ്ഞി ചെമ്മാട് ഭാഗത്തേക്കും 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, VP സൈദലവി മാസ്റ്റർ, PK ഇസ്മായിൽ മാസ്റ്റർ, KK അക്ബർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. കാലവർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ്. ഈ അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ഈ ഓവുപാലങ്ങൾ സന്ദർശിക്കുകയും ഇത് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത മഴക്കാലത്തിന് മുമ്പായി തന്നെ ഈ പാർശ്വഭിത്തികൾ നന്നായി തേച്ച് കേടുവന്ന കമ്പികളും മറ്റും മാറ്റി അതിന് ശരിയായ രീതിയിലുള്ള പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് വലിയൊരു അപകടം അഭിമുഖീകരിക്കേണ്ടി വരും. വിഷുവിനും റമദാനിലും പ്രതീക്ഷയർപ്പിച്ച പഴവിപണിക്ക് വീണ്ടും തിരിച്ചടി. കോവിഡ് നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിച്ചതോടെ വീണ്ടും തകർച്ചയിലായി. കടകൾക്ക് സമയക്രമം വന്നതോടെ ആളുകൾ പുറത്തിറങ്ങാതായതോടെയാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷകൾക്കും തിരിച്ചടിയായത്. വിഷുവും റമദാനിലും പ്രതീക്ഷയർപ്പിച്ച് പഴവിപണി കൊഴുപ്പിച്ച കച്ചവടക്കാർ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. കോവിഡ് 2ാം വരവ് തകർത്തത് ഇവരുടെ തുടർ ജീവിത പ്രതീക്ഷകളാണ്. മേടച്ചൂടിനൊപ്പം എത്തിയ റമദാനിൽ വ്രതമനുഷ്ഠിക്കുന്ന വിശ്വാസികൾക്ക് ശീതളിമ പകർന്ന പഴവിപണി ആദ്യം സജീവമായെങ്കിലും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കടുത്തതോടെ വിപണി വീണ്ടും തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. കടകൾക്കും മറ്റും സമയക്രമം വന്നതോടെ ആളുകൾ പുറത്തിറങ്ങാതായി. ഇത് കച്ചവടത്തെ തെല്ലൊന്നുമല്ല ബാധിച്ചത്. പ്രധാനമായും സ്ത്രീകൾ അങ്ങാടികളിൽ എത്തുമ്പോഴാണ് വിവിധ പഴവർഗ്ഗങ്ങളുടെ കച്ചവടം
പൊടിപൊടിക്കുന്നത്. ഏതൊരു വാഹനയാത്രക്കാരുടെയും മനസ്സിനെ ആകർഷിക്കും വിധമാണ് ഓരോ പഴക്കടയുടെയും സംവിധാനം. സ്വദേശിയും വിദേശിയുമായ പഴങ്ങളുടെ വലിയ വൈവിധ്യം തന്നെയുണ്ട് വിപണിയിൽ. വിലയിൽ അല്പം വർധനവുണ്ടെങ്കിലും നോമ്പുകാലത്ത് അതൊന്നും ജനം കാര്യമാക്കാറില്ല. അത്രമാത്രം പ്രസക്തമാണ് നോമ്പുകാലത്തെ പഴവിപണി. സീസൺ കഴിഞ്ഞതോടെ ഓറഞ്ചിന്റെ സ്ഥാനം മുസംബി ഏറ്റെടുത്തിട്ടുണ്ട്. വിവിധ ഇനം മാങ്ങകളും വിപണിയിലുണ്ട്. ഒപ്പം മുന്തിരിക്കുലകളും തണ്ണിമത്തനും ഈന്തപ്പഴവും എല്ലാമുണ്ട്. പാതയോരങ്ങളിൽ കണ്ണഞ്ചിക്കുന്ന പഴക്കാഴ്ചകളും യാത്രക്കാർക്ക് മനമയക്കുന്ന സുഗന്ധവും സമ്മാനിച്ച് കാത്തുനിൽക്കുന്ന ഇവരുടെ ഉള്ളിൽ തീയാണ്. പഴുപ്പേറുന്ന പഴങ്ങൾ പിന്നീട് വിറ്റഴിക്കാനാവില്ലെന്ന തിരിച്ചറിവ് ഇവരുടെ ഉള്ളിൽ പടർത്തുന്ന വിഷമം നിസ്സാരമല്ല. വെട്ടം പരിയാപുരം നവയുഗ് വായനശാലയിൽ സ്ഥാപിച്ച ടെലിവിഷന്റെ സ്വിച്ച് ഓൺ കർമ്മം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെലാഞ്ചേരി നിർവഹിച്ചു. പൊതുജനങ്ങൾക്ക് വാർത്തകളും മറ്റും യഥാസമയം അറിയുന്നതിന് വേണ്ടി സ്ഥാപിച്ച ടിവിയുടെ സ്വിച്ച് ഓൺ കർമ്മം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെലാഞ്ചേരി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ എം രജനി അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ, സെക്രട്ടറി കെ സുശീലൻ, ഷിബു വെട്ടം, കെ ഹരികുമാർ, വി പി രേഖ, ടി എൻ മിനിമോൾ എന്നിവർ സംസാരിച്ചു. ഹെവൻ ഓട്ടോ പാർട്സ് തിരൂർ പെരുവഴി അമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചു. പെരുവഴി അമ്പലം താനൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം കോരങ്ങത്ത് സയ്യിദ് മുസ്ലിയാർ നിർവഹിച്ചു. ടൂ വീലർ, ത്രീ വീലർ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളും അക്സസറീസുകളുടെ വിപുലമായ ശേഖരവുമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ സൈദലവി ഇടത്തിങ്ങൽ, അസൻ അലി, ഷിഹാബുദ്ദീൻ പൊളിശ്ശേരി, റിയാസ് കൂട്ടിലങ്ങാടി എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസമാണിന്ന്. കോവിഡ് പ്രതിദിന കണക്കുകൾ കൈവിട്ടു പോകുന്നു. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തി. 26,995 പേർക്ക് രോഗം. 24 മണിക്കൂറിനിടെ 1,37,177 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ റെക്കോർഡ് പ്രതിദിന കണക്ക് 2,776 പേർക്ക് രോഗം. 378 പേർക്ക് രോഗമുക്തി. 2,675 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം. ആകെ മരണസംഖ്യ 642. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾക്ക് നിരോധനം. താനാളൂരിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്ത് ഭരണസമിതി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി മംഗലം പഞ്ചായത്തിൽ മതസംഘടനാ പ്രതിനിധികളുടെ യോഗം ചേർന്നു. കഞ്ഞിപ്പുര സുബീറ ഫർഹത്ത് വധം. സുബീറ ഉപയോഗിച്ചിരുന്ന ഹാൻഡ് ബാഗ് പ്രദേശത്തു നിന്നും കണ്ടെടുത്തു. പ്രതി ഉപേക്ഷിച്ച വസ്ത്രങ്ങളും കണ്ടെത്തി. സുബീറയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. 2ാം ദിവസവും പ്രതിയുമായി തെളിവെടുപ്പ്. വേനൽ മഴയിൽ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് തിരുവങ്ങാടി നഗരസഭ. കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങൾ നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. നഗരസഭാ ഉപാധ്യക്ഷയുടെ നേതൃത്വത്തിലാണ് സംഘം സന്ദർശിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.